എന്തുകൊണ്ടാണ് യുവതലമുറയിലുള്ളവർ ഇത്തരം ഗുണ്ടാ സംഘങ്ങളുടെ പിടിയിൽ അമരുന്നത്? എന്താണ് ഇതിൻ്റെ ആകർഷക സാധ്യത? എന്ത് രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്? ഔറംഗസേബ് തന്നെ പറയും ആ കഥ. ഈ എത്ര പേര് ഈ പെരുമ്പാവൂർ അനസിന്റെ ഗ്യാങ്ങിൽ ഇപ്പൊ നിങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഔറംഗസേബ് ആ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന സമയത്ത് എത്രത്തോളം ചെറുപ്പക്കാര് ഈ പെരുമ്പാവൂർ അനസിന്റെ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നു? ലോക്കലൊക്കെ ആണെങ്കിൽ തന്നെ ഒരു 10-300 പേരുണ്ടായിരുന്നു. 300ഓളം പേരുണ്ട്. ഉണ്ടായിരുന്നു. അത് ഈ നെറ്റ്വർക്കിൽ തന്നെ ഉള്ളവരാണ്. എറണാകുളം പെട്ടെന്ന് വിളിച്ചു തന്നെ ആലുവ, എറണാകുളം, പെരുമ്പാവൂർ ഇതിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. 300ഓളം പേര് ഉണ്ടായിരുന്നു. പിന്നെ സ്ഥിരമായിട്ട് വണ്ടികളായിട്ട് വന്നത് 7 വണ്ടിയും അതിൽ അത്തരം പിള്ളേർ, അത്തരം 100 പിള്ളേർ അതിലല്ല, ഒരു 10-40 പിള്ളേർ കൂടെ എപ്പോഴും ഉണ്ടാവും. എപ്പോഴും അനസിനോടെ കാണും. അത് അങ്ങനെ അവർക്ക് ഇത് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഡെയിലി അവരുടെ കൂടെ ഈ പ്രവർത്തിക്കാൻ അത് അവർക്ക് ഡെയിലി അങ്ങനെ ശമ്പളം അങ്ങനെയൊന്നുമല്ല. എന്തെങ്കിലും വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ചേര്, അല്ലാതെ ഡെയിലി അങ്ങനെ പേയ്മെന്റ് ആയിട്ട് വെക്കുന്ന ആൾക്കാരൊന്നുമില്ല. അനസിന്റെ വലങ്കയായിരുന്നു. അനസിന്റെ വലങ്കി അവസാനം വരെ ഒരുമിച്ചുണ്ടായിരുന്ന ആള്. എല്ലാരും വിട്ടുപോയപ്പോഴും ഞാൻ അവസാനം വരെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ടൈമിൽ ഇപ്പൊ ഗൾഫിൽ പോണതിനും ഒരു മാസം മുമ്പ് വരെ.